താമസിച്ചുള്ള ഒരു വളർച്ചാ ധ്യാനത്തിന് വേണ്ടി, ഈ വിശ്വാസത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള ഒരു താമസിച്ചുള്ള ധ്യാനം ഡൽഹിയിൽ ഉണ്ടാകാൻ 5 ദിവസം നീണ്ടു നിൽക്കുന്ന താമസിച്ചുള്ള ഒരു ധ്യാനം ഉണ്ടാകുന്നതിന് വേണ്ടി കർത്താവേ ഒരുക്കണമേ, വഴിയൊരുക്കണമേ, സ്ഥലമൊരുക്കണമേ, ആളുകളെ ഒരുക്കണമേ. ഇപ്പോ വന്നിരിക്കുന്ന എല്ലാവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി സംസാരിക്കുകയും ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ ധ്യാനത്തിന്റെ വീഡിയോകൾ ഇത് കഴിഞ്ഞിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. ഡൽഹി ഗ്രോത്ത് റിട്രീറ്റ് ബൈ ബ്രദർ തോമസ് പോൾ. പിന്നെ ഇവിടുത്തെ എന്താ പേര്, സഹൃദയ, അതും അടിച്ചു കഴിഞ്ഞാൽ ഇത് കാണാൻ പറ്റും. അപ്പോ ഇനി യൂട്യൂബ് സൗകര്യമില്ലാത്തവർ ഇതിന്റെ ഈ ഓഡിയോ മാത്രമായിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇന്ന് രാത്രി ഞാൻ അതൊരു CD ആക്കും. അപ്പോ നാളെ അല്ലെങ്കിൽ ദിവസങ്ങളിൽ ഇവിടെ നിങ്ങൾ അന്വേഷിച്ചാൽ ആ CD അവർ കോപ്പി ചെയ്ത് നിങ്ങൾക്ക് തരും. അതിനകത്തുനിന്ന് നിങ്ങളുടെ മൊബൈൽ ഫോണിലോ അത് MP3 ആയിരിക്കും. ഇത് കംപ്ലീറ്റ് ഒറ്റ CD. ഇപ്പൊ അവിടെ ഇരിക്കുന്നതില് MP3 ഇംഗ്ലീഷ് ടോക്ക് ഉണ്ട്. ഇതുപോലെ ഒരു ധ്യാനത്തിന്റെ 3 ദിവസത്തെ ബോംബെയിൽ കൊടുത്ത ധ്യാനത്തിന്റെ MP3 അത് നിങ്ങൾ വാങ്ങി കേൾക്കുന്നത് നല്ലതാണ്, മറ്റുള്ളവരെ കേൾപ്പിക്കുന്നത് നല്ലതാണ്. ഇതിന്റെ മലയാളം ഉണ്ട്. ഇനി ഇത് നമ്മൾക്ക് കേൾക്കാവുന്നതാണ്. യൂട്യൂബില് 9 ദിവസത്തെ ധ്യാനമുണ്ട്, 5 ദിവസത്തെ ധ്യാനങ്ങളുണ്ട്. അതെല്ലാം ഒരുപാട് ധ്യാനങ്ങളുണ്ട്. ഇത് സ്ഥിരമായിട്ട് കേൾക്കുന്നവരുണ്ട്. ഇതിന്റെ ഒരു കാര്യം എന്താ വെച്ചാൽ, ഇത് ഇനി കേൾക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വേറെ ഒന്നും കേട്ടാൽ ഒരു എന്താ പറയണേ, ഒരു സംതൃപ്തി വരില്ല. അതുകൊണ്ടുകൂടിയാണ്. അപ്പൊ ഒരുപാട് പേര് ഇതിനെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട്. അപ്പൊ അവരെന്നെ വിളിച്ചിട്ട് പറയും, ബ്രദറെ ഈ ധ്യാനത്തിൽ പുതിയതായിട്ട് ഇന്ന കാര്യം ബ്രദർ പറഞ്ഞു, ഇങ്ങനെ പറയുമല്ലോ. അപ്പോ ഇത് നിങ്ങൾ ഫോളോ ചെയ്യുകയും ഇങ്ങനെ നമ്മൾ വിശ്വാസത്തിന്റെ ഉന്നത തലത്തില് വരുമ്പോൾ മാത്രമേ, ഇപ്പൊ ഈ പറഞ്ഞതാണ് സുവിശേഷം. ഇപ്പൊ ഈശോ പറഞ്ഞ ഈ നിയമത്തിലും ശിക്ഷയുടെയും ആ ഫരിസേയ മനോഭാവത്തെ വിട്ട് യേശുവിന്റെ രക്ഷാകരമായ പുതിയ നീതി ആണ് സുവിശേഷം എന്ന് പറയുന്നത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഈശോ പറയുന്നത്, രാജ്യത്തിന്റെ ഈ സുവിശേഷം ലോകം മുഴുവൻ പ്രഘോഷിക്കുന്നു. സുവിശേഷം രാജ്യത്തിന്റെ ഈ സുവിശേഷം. ഈ പശ്ചാത്തലത്തിലാണ് പറയുന്നത്, നിങ്ങൾ ലോകമെല്ലാം പോയി സുവിശേഷം പ്രഘോഷിക്കുവിൻ എന്ന് പറയുന്നത് ശിക്ഷയുടെയോ ശാപത്തിന്റെയോ പൂർവശാപത്തിന്റെയോ സന്ദേശം കൊടുക്കുക എന്നതല്ല. നിങ്ങളുടെ സകല പാപവും ശാപവും ശിക്ഷയും കർത്താവ് ഈശോ മിശിഹ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ എന്റെ മക്കളാണ്, നിങ്ങൾ ധൈര്യമായിരിക്കുവിൻ, നിങ്ങളെ സ്വർഗത്തിൽ ഞാൻ കൊണ്ടുപോകും. ഇതാണ് സുവിശേഷം. അതാണ് പറയുന്നത്, ഞാൻ തലമൊരുക്കി വീണ്ടും വന്ന് നിങ്ങളെ ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളെയും കൊണ്ടുപോകും. ഇത് വിശ്വസിക്കുന്നുവോ? ഈ വിശ്വാസത്തോടെ ഇത് പറയുമ്പോഴാണ് ഇത് പ്രചരിക്കുകയുള്ളൂ. അപ്പൊ എന്തുകൊണ്ടാണ് 2000 വർഷമായിട്ടും സുവിശേഷം പ്രചരിക്കാത്തത്? എന്തുകൊണ്ടാണ് 2000 വർഷമായിട്ടും ഈ ഭാരതത്തിൽ വെറും 2.5-3% മാത്രമായിട്ട് വിശ്വാസം നിൽക്കുന്നത്? നമ്മൾ ഇപ്പോഴും സുവിശേഷത്തിന്റെ മർമ്മപ്രധാനമായ ഈ രഹസ്യം പ്രഘോഷിക്കാൻ തുടങ്ങിയിട്ടില്ല. സ്നേഹമുള്ളവരെ, ഈ വർഷം പരിശുദ്ധ പിതാവ് പറയാണ്, അടുത്ത വർഷം ദൈവത്തിന്റെ വലിയ കരുണയുടെ വർഷമായി കൊണ്ടാടണമെന്ന് പറയുന്നതിന്റെ ഉദ്ദേശം ഇത് തന്നെയാണ്. പരിശുദ്ധ പിതാവ് പറയുന്നത്, എല്ലാ പാപികളെയും സ്വാഗതം. കർത്താവ് ഈശോ മിശിഹ വന്നിരിക്കുന്നത് പാപികളെ അന്വേഷിച്ചിട്ടാണ്. പല പ്രാവശ്യം പിതാവ് പറയാണ്, ഞാൻ ഒരു പാപിയാണ്. പല പ്രാവശ്യം പിതാവ് പറയാണ്, സകല പാപത്തെക്കാളും വലിയതാണ് ദൈവം. പറഞ്ഞേ, അതായത് പാപത്തെയോ പാപം മൂലമുള്ള പരിണത ഫലങ്ങളെയോ കണ്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല. അതിനേക്കാൾ എല്ലാം വലുതാണ് ദൈവം. അപ്പോൾ ഈ സുവിശേഷത്തിന്റെ രഹസ്യത്തിന് വേണ്ടിയാണ് പൗലോസ് ശ്ലീഹ ജീവൻ മുഴുവൻ ഇതുപോലെ ആവേശത്തോടെ
അതങ്ങ് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇത്രയും നാളും നിയമത്തെയും ആ നിയമത്തിന്റെ ശിക്ഷയെയും നിയമത്തിന്റെ കണിശതയിലുമുള്ള നീതിയെക്കുറിച്ച് പ്രഘോഷിച്ചിരുന്ന പൗലോസ് സാവൂളെന്നായൂതൻ നിയമം ചാർത്തും തിരശീലകളാലന്ധൻ മിശിഹായവനിൽ തൻ നിയമത്താൽ കാഴ്ച പകർന്നു. അതാണ് പൗലോസിനെ മാതൃകയായിട്ട് എടുക്കണം എന്ന് പറയുന്നത്. നിഴലാം നിയമം വിട്ടു നൂതന നിയമം പാലിച്ചവനാം പൗലോസ് ശ്ലീഹാ തന്നുടെ മാതൃക നിങ്ങൾ കൈക്കൊണ്ടിടുവിൻ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഒരു ചെറിയ ഇടവേള, പെട്ടെന്ന് ഭക്ഷണം കഴിച്ച് ഉടനെ അടുത്ത ക്ലാസ് തുടങ്ങും. നമ്മളൊരല്പം നേരത്തെ നിർത്തേണ്ടി വരും. വിശുദ്ധ കുർബാന ഏറ്റവും അവസാനമായിരിക്കും. അതിനു മുമ്പ് നമ്മൾ അഭിഷേക പ്രാർത്ഥന എല്ലാം പ്രാർത്ഥിക്കും. ഗോഡ് ബ്ലെസ് യു.